നിന്റെ മുകളിൽ യഥാർത്ഥമായ ദൈവീക ഒരു അഭിഷേകം കിടപ്പുണ്ടെന്ന് നിന്നേക്കാൾ അധികം അറിയാവുന്നത് നിന്റെ ശത്രുവിനാണ്. നീ ഒരു ദൈവത്തിന്റെ അഭിഷിക്തനാണെന്നും നീ പൈശാചിക മേഖലയ്ക്ക് ഒരു അസ്വസ്ഥതയാണെന്നും നിന്നേക്കാൾ അധികം, അതല്ലേ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, സാത്താനും വചനം കേട്ട് വിശ്വസിച്ച് അവൻ വിറയ്ക്കുന്നവനാണെന്നാ യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. വിറയ്ക്കുവാ പിശാച്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാധ്യതകൾ എത്ര അധികമാണെന്നും ദൈവത്തിന്റെ ശക്തി എത്ര വലുതാണെന്നും അവന്റെ മഹത്വം എത്ര വലുതാണെന്നും അവന്റെ വലിപ്പം എത്ര വലുതാണെന്നും അവന്റെ വീര്യപ്രവൃത്തികൾ എത്ര വലുതാണെന്നും വിശ്വാസിയെക്കാളും അറിയാവുന്നത് പിശാചിനാണ്. കാരണം അവൻ അവിടെ ഇരുന്നവനാ, ആ മഹത്വം അവൻ കണ്ടവനാ. യഥാർത്ഥമായി ദൈവത്തിന്റെ മഹത്വം എത്ര വലുതാണെന്നും അവന്റെ അധികാരം എത്ര വലുതാണെന്നും അവന്റെ സിംഹാസനം എന്തെന്നും അവന്റെ പദവി എന്തെന്നും അവന്റെ രാജ്യത്വം എന്തെന്നും അവന്റെ കർത്തൃത്വം എന്തെന്നും വ്യക്തമായിട്ട് പിശാചിന് അറിയാം. അതുകൊണ്ടല്ലേ ജോബിനെ പരീക്ഷിക്കാൻ സാത്താൻ അവിടെ ചെന്ന് അപേക്ഷിച്ചത്, ഒന്ന് അനുവാദം തരുമെന്ന് ചോദിച്ചത്. കാരണം അവൻ്റെതായിട്ട് ഒന്നും ഇല്ലല്ലോ. പിശാചിന് ഇവിടെ എന്താ ഉള്ളേ?